ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ ഒരു പച്ചപ്പപ്പായൊക്കെ രാവിലെ പറിച്ച് കുത്തി ഇങ്ങനെ ഇരിക്കുക. എന്നാത്തിനാന്നറിയോ? ഇതൊന്ന് നമുക്ക് വറുത്തരച്ച് കറി വെക്കാം. നോമ്പുകാലമൊക്കെ അല്ലേ, അപ്പം ഒരു വറുത്തരച്ച് കറിയൊക്കെ ആകുമ്പോ ഇച്ചിരി ചോറിനാനൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം, വായോ. ഒരു മൺചട്ടി അടുപ്പ് വെച്ചു കേട്ടോ. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ടേ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ കണ്ടോ, പച്ചപ്പപ്പായ അതിട്ട് കൊടുത്തു. ഒരു 3 പച്ചമുളക്, ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ഒരു കുഞ്ഞു കഷ്ണം ഇട്ടാൽ മതി കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില. ഇതിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പപ്പായൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. പപ്പായ അല്ല കപ്പളങ്ങ അല്ല ഓമയ്ക്ക, ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. ഇനി നമുക്ക് വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതങ്ങ് ചെറുതീയിൽ വെന്തോട്ടെ. നമ്മളിങ്ങനെ പപ്പായ ഇങ്ങനെ വാട്ടിയിട്ട് വേവിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാം, ആ വെള്ളച്ചൊവ ഉണ്ടാവില്ല. വറുത്തരച്ച് കറി വെക്കുമ്പോൾ പപ്പായയുടെ ഒരു വെള്ളച്ചൊവയില്ലേ, അതുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് വാട്ടിയത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ? ഇത് വേകുന്ന സമയത്ത് തന്നെ നമ്മള് വറുത്തരയ്ക്കാനുള്ള തേങ്ങ, ഒരു 10 മണി കുരുമുളക്, അതുപോലെ തന്നെ ഒരു പിഞ്ച് പെരിഞ്ചീരകം, ഇച്ചിരി ചെറിയുള്ളി, പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കങ്ങ് നന്നായിട്ട് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എണ്ണ നമുക്ക് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജലാംശം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് തേങ്ങയുടെ നല്ലൊരു കറിയായത് കേട്ടോ. ഇന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും കൂട്ടാം, അത് നാളെയും കൂട്ടാം. തേങ്ങയുടെ ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചുമക്ക വറുത്തെടുക്കാവേ. നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് പാകത്തിന് മുളക് പൊടി ചേർക്കണേ, കുറച്ച് മല്ലിപ്പൊടി. ആ ചൂടിനങ്ങ് ഇരുന്നായിക്കോളും കേട്ടോ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോ നമുക്ക് അരച്ചെടുത്തോണ്ട് വരണം. ഇനി നമ്മുടെ കറി എന്തായെന്നൊന്ന് നോക്കണ്ടേ. പപ്പായൊക്കെ ഒന്ന് നോക്കാവേ. നോക്കി, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്തളിഞ്ഞു പോരുത്, നമ്മുടെ കഷ്ണം കഷ്ണം പോലെ നമുക്ക് വേണം താനും. അപ്പതാ ഇത് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന എന്നാന്നറിയോ? നമ്മുടെ പുളിവെള്ളം. പുളി നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ഇതിനി ഒന്ന് തിളച്ചോട്ടെ. അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. എന്താ, നമ്മുടെ വറുത്തരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, വാളംപുളിയും പപ്പായയും എല്ലാം കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാവേ. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. 1 മിനിറ്റ് അവിടെ ഒന്ന് മൂടി ഇരുന്നോട്ട് കേട്ടോ. അതിന് ശേഷം തുറക്കാം. ഇതാ അങ്ങനെ നമ്മുടെ ഒരു പപ്പായ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട. ഇനി ഇത് ഇരുന്നൊന്ന് കുറുകും കണ്ട. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട്. നല്ലൊരു പപ്പായ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണെന്നറിയോ, ഈ ചോറ് ഇച്ചിരി എടുത്തിട്ട് ഒരുപാട് പപ്പായ കഷ്ണങ്ങൾ എടുക്കും. അതിനകത്താണ് കുറെ കൂടുതൽ പപ്പായ കഷ്ണങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പം ഈ ഒരു നോമ്പുകാലത്തൊക്കെ ഈ വേറെ ഒരു കറിയും വേണ്ട, ഇച്ചിരി ചോറിനകത്ത് ഈ എരിവും പുളിയും ഉപ്പും എല്ലാം ഉള്ള ഈ ഒരു തീയലും കൂടെ ഒഴിച്ച് കറി കഴിച്ചാൽ ഇത് മാത്രം മതി. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾ പലരും ഉണ്ടാക്കുന്നതായിരിക്കാം, എന്നാലും ഞാൻ എന്റെ രീതിക്കൊന്നും ഉണ്ടാക്കിയതാ. ഇതുപോലെ നോമ്പുകാലമൊക്കെ ആകുമ്പോ ഇതുപോലത്തെ കറികളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ എന്ത് കിട്ടിയാലും നമ്മൾ ഇതുപോലത്തെയൊക്കെ ഒപ്പിക്കും. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.